അവൻ്റെ ആണ്ടായതുകൊണ്ടാ ഞങ്ങൾ പ്രത്യേക പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോയത്. തിരിച്ചു വരുന്ന വഴിക്ക് ഡോക്ടറെ കാണാനും പോയി. അവള് ഞങ്ങളുടെ കൂടെ വന്നിരുന്നെങ്കിലോ, ഞങ്ങൾ നേരത്തെ തിരിച്ചെത്തിയിരുന്നെങ്കിലോ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതിരിക്കട്ടെ, ഈ ഇന്ദുവിനാരെങ്കിലും സുഹൃത്തുക്കളുള്ളതായിട്ട് അറിയാം? വീട്ടില് അടിക്കടി വരുന്നവരായിട്ടോ മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ അവൾക്ക് അങ്ങനെ സുഹൃത്തുക്കളൊന്നുമില്ല. കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നവർ തന്നെയാ ഇപ്പോഴും അവളുടെ അടുത്ത കൂട്ടുകാർ. അവരിൽ പലരും ഇപ്പോൾ നാട്ടിൽ തന്നെ ഇല്ല. അവരൊക്കെ വരുന്നതിന് മുമ്പ് അറിയിക്കുകയും വന്നാൽ പലപ്പോഴും 1-2 ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്യാറുണ്ട്. ഈയിടെ അങ്ങനെ ഇവിടെ ആരും വന്നിട്ടില്ല. ആദർശിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട്. പിന്നെ ആദർശിനെയും മീരയും ഒക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നവരാ. അയാൾ ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. ഒരാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചെകുത്താനുണ്ടെങ്കിൽ അത് പുറമേ നിൽക്കുന്നവർക്ക് മനസ്സിലാകില്ല സാർ. അവസരങ്ങൾ അനുകൂലമായി വരുമ്പോൾ അവർ തനി സ്വഭാവം കാണിക്കും. അല്ല, സാറ് തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ. ശരിയാണ്, പല കുറ്റകൃത്യങ്ങളും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദർശിന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാ തെളിവുകളും ആദർശിനെതിരായിരുന്നു. അതെല്ലാം വളരെ വ്യക്തവുമായിരുന്നു. പക്ഷേ ഇത്രയും വിസിബിലിറ്റിയോടെ ഒരാൾക്കെതിരായിട്ട് ഇത്രയും തെളിവുകൾ ഉണ്ടാവുന്നത് അസ്വാഭാവികമാണ്. അയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളത് മറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതിവിടെ കാണുന്നില്ല. എന്തായാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ കുറ്റവാളി രക്ഷപ്പെടാനും പാടില്ല. സത്യം ജയിക്കണം. ഇപ്പോ നിങ്ങൾക്ക് വേണ്ടതും അത് തന്നെയാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ച് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും സംശയം തോന്നിയാൽ എന്നെ അറിയിക്കണം. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്ക് വരാം. ശരി ശരി. ബീനയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. നമ്മൾ വന്നത് മാധവ മാഡത്തിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാനാണ്, അല്ലാതെ പ്രശ്നങ്ങൾ വഷളാക്കാനല്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. ഇല്ല ഹരിയേട്ടാ, ഞാനൊന്നും പറയില്ല. ശരി. നിങ്ങളായിരുന്നോ? അകത്തേക്ക് വരൂ. ഇരിക്കെ. മീര, ഞങ്ങള് മാഡത്തിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ ഇരിക്കേ. അച്ഛാ, മോൾക്ക് സുഖല്ലേ മോളെ? അതെ ബീനമ്മേ. അവക്കിവിടെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കല്ലേ സംശയങ്ങളും പ്രശ്നങ്ങളും. ഞാനും എന്റെ മോളും കൂടി മീരയോട് അമ്മായിയമ്മ പോരും നാത്തും പോരും ആണെന്നാണല്ലോ ഹരിയുടെ കണ്ടുപിടുത്തം, അല്ലേ? മാഡം, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഉദ്ദേശം എന്തായിരുന്നെങ്കിലും പറഞ്ഞത് അത് തന്നെയായിരുന്നു. ആഹാ, ഇത് ആരൊക്കെ വന്നിരിക്കുന്നത്? മീരയുടെ അച്ഛനും അമ്മയും കൂടി എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി വന്നതാണോ? എന്നാലും എന്നെ എന്റെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കണമെന്ന് പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതിനെ ഞാൻ നമിക്കുന്നു. ഒരു മനുഷ്യന് സ്വാർത്ഥനാവാം, മക്കളോടുള്ള സ്നേഹം കാരണം അന്ധനും ആവാം. പക്ഷേ ഒരു കാര്യം പറയുമ്പോ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നെങ്കിലും ചിന്തിക്കണ്ടേ? അതെന്താ ആ ചിന്തയില്ലാതെ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അഭിരാമി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മീരയോടുള്ള അഭിയുടെ പെരുമാറ്റത്തിൽ പല പ്രശ്നങ്ങളും എനിക്ക് ഫീൽ ചെയ്തു. അക്കാര്യം മാഡത്തോടൊന്ന് സൂചിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതൊരു സംസാരമാവാതിരിക്കാനാ പുറത്തു വെച്ച് കാണണമെന്ന് പറഞ്ഞതും അങ്ങനെ സംസാരിച്ചതും. അങ്കിളെ, ഇനി വെറുതെ ന്യായം പറഞ്ഞ് തടി തപ്പാനൊന്നും ശ്രമിക്കണ്ട.
അങ്കിൾ എന്താ ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങളും ചോറ് തന്നെയാ കഴിക്കുന്നത്. ബുദ്ധിക്ക് തെളിച്ച കുറവൊന്നുമില്ല. ഇതെല്ലാം ഇവൾ അടിക്കടി അവിടെ വന്ന് പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയല്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക? അപ്പോ അക്കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് അത് ഇവിടെ വന്ന് സത്യമാണോ എന്ന് അന്വേഷിക്കണ്ടേ? അയ്യോ, മീര അവിടെ വന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെയാ ഹരി ഇതൊക്കെ നിങ്ങൾ അറിയുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ അച്ഛാ. പക്ഷെ ഞാൻ പറഞ്ഞു തന്നെയാ എല്ലാരും ഉറപ്പിച്ച് പറയുന്നത്. അതിപ്പോ നിങ്ങൾ അച്ഛനും മോളും അല്ലേ. മോളെ രക്ഷിക്കാൻ അച്ഛൻ ആ രീതിയിലല്ലേ സംസാരിക്കൂ. ഹരിയേട്ടൻ പറഞ്ഞത് സത്യോ? മീര അവിടെ വന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അഭിയുടെ പെരുമാറ്റം ഏത് രീതിയിലാണെന്നുള്ളത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ. അത് വെച്ചാ ഹരിയേട്ടൻ മാഡത്തിനോട് സംസാരിച്ചത്. എന്റെ പെരുമാറ്റം ശരിയല്ലെങ്കിൽ അത് ആരോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്നോട് തന്നെ പറയണം. പിന്നെ കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. എന്റെ സ്വഭാവം ഇങ്ങനെയാ. ഇനി ഇതിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഞാൻ ഇനി ഇവിടെ തന്നെയാ താമസിക്കാൻ പോകുന്നത്. ചിലപ്പോ ഞങ്ങൾ ഈ വീടൊന്ന് മാറിയേക്കും. എന്നാലും ഞാൻ എന്റെ അമ്മയോടൊപ്പം തന്നെ ഉണ്ടാവും. അതിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വീട്ടിൽ നിന്ന് പോവാം. മകളുടെ കാര്യത്തില് അത്രയ്ക്ക് കൺസേൺ ആണെങ്കിൽ അവളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോ. ആരും തടയാൻ പോകുന്നില്ല. അതെ, ശരിക്കും അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നിനക്ക് പോരെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ മോളെ ഇവിടെ നിർത്തുന്നില്ല. എടീ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കൂടെ അച്ചു വീട്ടിൽ കഴിയുന്ന നിന്റെ ഭർത്താവിനെ പറഞ്ഞാ മതി. ബീന, നിർത്ത്. ദയവ് ചെയ്ത് ആരും എന്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ അച്ഛാ. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ആദർശന്റെ ഭാര്യയാ ഞാൻ. ഇവിടെ ഉള്ളത് ആദർശന്റെ അമ്മയും സഹോദരിയോ. ആദർശനെ പോലെ തന്നെയാ ഞാനും എല്ലാവരെയും സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ആരും ചിന്തിക്കണ്ട. അഭിചേച്ചി, എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ സംഭവിച്ചതാ ഇതെല്ലാം. പരസ്പരം ഓരോന്ന് സംസാരിക്കുമ്പോ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിന് അറിഞ്ഞോ അറിയാതെയോ പരസ്പരം മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ചൊന്നിരിക്കും. അതൊന്നും മനസ്സിൽ വെക്കരുത്, മറക്കണം. അതെ, ഇതിനെല്ലാം തുടക്കം എൻ്റെ ഭാഗത്തു നിന്നാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി മാഡം. അച്ഛാ, ഇത് അച്ഛൻ എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് പറയുന്നതാ. അതൊരു പക്ഷേ എൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അച്ഛന് തോന്നിയതാവാം. അതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കേണ്ടത് ഞാനാ. നാളെ കോടതിയിൽ ആദർശേന്റെ കേസിന്റെ വിസ്താരം തുടങ്ങുക. കേസിൽ നിന്നും ആദർശേനെ വെറുതെ വിടാനും തൽക്കാലം ഒരു ജാമ്യമെങ്കിലും കിട്ടാനും നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയം ഇത്. ആ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ശരിയാണ്. നാളെ കോടതിയിൽ ഹിയറിംഗ് തുടങ്ങുകയാ. എന്റെ മോൻ തിരിച്ചു വരാനാ ഞാൻ കാത്തിരിക്കുന്നത്. മറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ല. വെറുതെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കിടയിൽ ഒരു വഴക്ക് വേണ്ട. അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയ കാര്യങ്ങൾ തൽക്കാലം നമുക്ക് മറക്കാം. അമ്മ, അത് മതി അഭി. വഴക്കിടാനും ബന്ധങ്ങളെ അർത്ഥമുറിക്കാനും എളുപ്പമാണ്. പക്ഷെ അത് കൂട്ടിച്ചേർക്കാൻ പിന്നീട് ഒരുപാട് സഹിക്കേണ്ടി വരും. നീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. നാളെ മീരെ ഹരിയും കോടതി പോയാൽ മതി. എനിക്ക് ആദർശിനെ അങ്ങനെ കാണാൻ വയ്യ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല നമ്മൾ ശ്രമിച്ചു. പക്ഷേ കോടതിക്ക് അത് ബോധ്യപ്പെടണമെങ്കിൽ തെളിവുകളല്ലേ വേണ്ടത്. അതില്ലാത്തിടത്തോളം ആദർശ് സാറിന് ജാമ്യം കിട്ടാൻ പോലും ഒരു സാധ്യതയില്ല എന്നുള്ള ഉറപ്പാണ്. ഇന്ന് അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതല്ലേ? പക്ഷേ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പല്ലേ? എന്നിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ കിട്ടാത്തത് എന്താ? ആദർശ് സാറ് കൃത്യം ചെയ്തു എന്ന് ഉറപ്പിക്കുന്ന ദൃക്സാക്ഷി ഇല്ലെങ്കിലും സാഹചര്യ തെളിവുകൾ സാറിനെതിരാണ്. അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ പോയിന്റ് ഒന്നുമില്ല. അതാണ് പ്രശ്നം. ഞാനിതെല്ലാം മുമ്പ് വിശദമായി പറഞ്ഞതാണ്. എന്നാലും നമുക്ക് ആദർശനെ രക്ഷിച്ചല്ലേ പറ്റൂ.
അതിനെന്തെങ്കിലും വഴിയുണ്ടോ? പോലീസ് കുറ്റവാളിയാണെന്ന് പറഞ്ഞ് ഒരാളെ കോടതിയിൽ ഹാജരാക്കിയാൽ അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ സാധാരണക്കാർ ജീവിക്കുന്നത് നാളെ നമുക്ക് ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകുന്ന കരുതിയിട്ടല്ലല്ലോ. ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ തെളിവുകളായി കയ്യിൽ സൂക്ഷിക്കാനും പറ്റില്ലല്ലോ. ശരിയാണ്. പക്ഷെ നിയമത്തെ ചോദിക്കാൻ നമുക്കാവില്ലല്ലോ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാനും നിരപരാധികൾ രക്ഷപ്പെടാനും വേണ്ടിയാണ് നിയമം പല രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ഈശ്വരന്റെ ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത സാഹചര്യങ്ങൾ വരൂ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈശ്വര വിശ്വാസികളാണ് ഞങ്ങളെല്ലാവരും. എന്നിട്ടും ആദർശിന് ഇങ്ങനൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായെന്നറിയില്ല. എല്ലാത്തിനും ഭഗവാൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് സമാധാനിക്കാൻ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റൂ. അതെ, അടുത്ത മാസം സാക്ഷി വിസ്താരം തുടങ്ങും. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ആദർശ് സാർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കാര്യങ്ങളുടെ പോക്ക് ഈ രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഹരിയേട്ടാ? എല്ലാം വിധിയാണ്, അത് അനുഭവിച്ചല്ലേ മതിയാവും. അങ്ങനെ വിധിയെ പഴിച്ച് അടങ്ങിയിരുന്ന നഷ്ടം മീരയ്ക്ക് മാത്രോ? അത് മറക്കരുത്. അമ്മ പറയുന്നതിലും കാര്യമുണ്ട് ഹരിയച്ച. ആദർശിന് ശിക്ഷ കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ വന്നാ ആ വീട്ടിലും മീരയുടെ ജീവിതം നരകതുല്യമായിരിക്കും. ആദ്യമൊക്കെ മാധവി മാഡത്തിന്റെ സപ്പോർട്ടെങ്കിലും മീരയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ അവരും മകൾക്ക് സൈഡാ. ആ സ്ഥിതിക്ക് അധിക നാള് മീരയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. എന്ന് കരുതി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റില്ല എന്നോർത്താ പറ്റിയെന്ന് വരില്ല. പക്ഷേ ചെയ്യണമെന്നാണ് തീരുമാനമെങ്കിൽ അത് സാധിക്കും. ആ അഭിരാമി ഓഫീസിൽ പോലും മീരയ്ക്ക് സമാധാനം കൊടുക്കില്ല. അവിടെയും അവരുടെ ഭരണമാണ്. അതാ ഞാനും പറഞ്ഞത്. ഹരിയേട്ടൻ ആരെയായി പേടിക്കുന്നത്? മീരയും ആദർശുമായി ഉണ്ടായത് പ്രണയവിവാഹമൊന്നും അല്ല. നമ്മൾ കാരണവന്മാരായിട്ട് ആലോചിച്ച് നടത്തിക്കൊടുത്തതാ. അപ്പോ ആ വിവാഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനും അഭിപ്രായം പറയാനും നമുക്കും അവകാശമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു ചെന്നാലും അത് അവർക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കുക തന്നെ ചെയ്യും. ആദർശിന്റെ കാര്യത്തില് മാധവി മാഡം ആകെ തകർന്ന അവസ്ഥയിലാ ബീനെ. എന്ന് കരുതി അവര് മകളെ നിലയ്ക്ക് നിർത്താത്തത് ശരിയാണോ? ഹരിയേട്ടൻ നോക്കിക്കോ, നമ്മള് സൂക്ഷിച്ചില്ലെങ്കിൽ അവള് മീരയെ ആ വീട്ടിലെ വേലക്കാരിയാക്കി മാറ്റും. ഹരിയേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മുടെ മീര ആളൊരു പാവമാ. മീരയുടെ സ്ഥാനത്ത് അല്പം തന്റേടുള്ള കുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. ഇത് പക്ഷേ അങ്ങനെയല്ലല്ലോ. അവളെ ഉപദ്രവിക്കാൻ വരുന്നവരെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാ മീര. അതുകൊണ്ട് ചെയ്യേണ്ടത് നമ്മളാ. നമുക്ക് ആദർശനൊന്ന് പോയി കാണാം. വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ അവസ്ഥയിൽ ആദർശനെ അറിയിച്ച് വേദനിപ്പിക്കുന്നത് ശരിയല്ല ബീന. അതിലെന്താ തെറ്റ്? ഞാൻ നോക്കിയിട്ട് ഒരു തെറ്റും കാണുന്നില്ല. ആദർശന്റെ ഷെയർ മീരയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് നമുക്ക് ആദർശനോട് ആവശ്യപ്പെടാം. ബീന എന്ത് വിവരക്കേടായി പറയുന്നത്? ഇതിലെന്താ തെറ്റ്? എന്തായാലും മീര ആദർശന്റെ ഭാര്യ. ഇനിയുള്ള കാലം മുഴുവനും അവൾക്ക് ആ ഒരു അഡ്രസ് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ പിന്നെ ആദർശന്റെ സ്വത്ത് അവൾക്ക് കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം? എന്റെ മോൾക്ക് വേണ്ടത് സ്വത്തും പണവും അല്ല, സമാധാനമായിട്ടുള്ളൊരു ജീവിതമാണ്. അതുകൊണ്ടൊക്കെയാ ഞാനീ പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയില് മീരെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്താമെന്ന് വെച്ചാൽ അത് നടക്കില്ലല്ലോ. മീര വരികയില്ല. അപ്പൊ പിന്നെ അവൾക്കവിടെ അവകാശത്തോടെയും അധികാരത്തോടെയും നിൽക്കാൻ പറ്റണം. അതിന് ഞാൻ ഈ പറഞ്ഞ വഴി മാത്രമേ ഉള്ളൂ. ബീന പ്ലീസ്, ദയവ് ചെയ്ത് ഇത്തരം സംസാരങ്ങൾ ഇനി ആവർത്തിക്കരുത്. ഹരിയേട്ടാ, അതിന് മതി, ഞാൻ പറഞ്ഞല്ലോ. എന്റെ മോൾക്ക് ആരുടെയും പണത്തിന്റെ ആവശ്യമില്ല. അവൾക്ക് ആവശ്യമുള്ളത് അവളുടെ അച്ഛനായി ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. മകളുടെ നശിച്ചുപോയ ജീവിതത്തിന് കണക്ക് പറഞ്ഞ് പണം വാങ്ങേണ്ട ഗതികേട് തൽക്കാലം എനിക്ക് വന്നിട്ടില്ല. ഇനി അഥവാ പണത്തിന് എത്ര ബുദ്ധിമുട്ട് വന്നാലും ഈ രീതിയിൽ പണം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അയ്യോ ഹരിയേട്ട, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല.
ഹരിയേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ മീരമോളുടെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാ, അല്ലാതെ സ്വത്തോ പണമോ ആഗ്രഹിച്ചിട്ടല്ല. എന്തായാലും ഇനി ഇങ്ങനൊരു സംസാരം ഈ വീട്ടിൽ വേണ്ട. അമ്മേ, ഡാ, ഹരിയേട്ടൻ അങ്ങനെ പലതും പറയും. നീ അതൊന്നും കാര്യമാക്കണ്ട. നാളെ തന്നെ നീ മീരെ പോയി കാണണം. എല്ലാത്തിനും അവളുടെ ഒപ്പം നിൽക്കുകയും വേണം. പക്ഷെ ഞാൻ അവിടെ ചെല്ലുന്നതിനോട് അഭിരാമിക്ക് തീരെ താല്പര്യമില്ല. എന്നെ കാണുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യ. അവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നും നീ നോക്കണ്ട. മീരയ്ക്ക് കൂടി അവകാശപ്പെട്ട സ്ഥാപനം അത്. ആ അവകാശവും അവിടുത്തെ പണവും മീരയ്ക്ക് വേണ്ടെങ്കിലും നമുക്ക് വേണം. ദേ, ജീവിതത്തിൽ രക്ഷപ്പെടാനൊരു വഴി ഭഗവാൻ കാണിച്ചു തരുമ്പോ അതിനോട് മുഖം തിരിക്കാതെ അവസരം വിനിയോഗിക്കണം. ഞാൻ നാളെ തന്നെ പോവാം. മഹി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ നമ്മൾ നിരസിക്കേണ്ട കാര്യമുണ്ടോ ചേച്ചി? ആദർശിന്റെ സ്വഭാവം നിനക്കറിയാലോ. അവൻ അവന്റേതായ വാശികളൊക്കെയുണ്ട്. അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്താ അത് പിന്നെ പ്രശ്നമാവില്ലേ? ഒരു അപകടം വരുമ്പോ അങ്ങനെയൊക്കെ ചിന്തിച്ചോണ്ടിരുന്ന എന്താ കാര്യം ചേച്ചി? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ആദർശിനെ രക്ഷിക്കുകയല്ലേ വേണ്ടത്? അത് ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞൊരാൾ സ്വയം മുന്നോട്ട് വരുമ്പോ അതിനെതിരെ മുഖം തിരിക്കുന്നത് ശരിയാണോ? മാധവി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അത് ശരിയാ. പക്ഷെ സഹായിക്കാൻ മനസ്സ് കാണിച്ചത് മഹാദേവനായതാണ് പ്രശ്നം. മഹി അന്യനൊന്നും അല്ലല്ലോ ചേച്ചി. അവന് തെറ്റുകൾ പറ്റിയിട്ടില്ലെന്നല്ല, അവനൊരു തെറ്റുപറ്റി. ആ തെറ്റിന്റെ പേരിൽ ആദർശ് മഹിയെ ശിക്ഷിക്കുകയും ചെയ്തല്ലോ. എന്നിട്ടും ആദർശിനൊരു പ്രശ്നം വന്നപ്പോ ആ ദേഷ്യമൊന്നും മനസ്സിൽ വെക്കാതെ ഓടി വന്നില്ലേ? അതല്ലേ വലിയ കാര്യം. അതും ശരി തന്നെയാണ്. തെറ്റു പറ്റാത്തവരായി ആരും ഈ ഭൂമിയിലില്ല. സംഭവിച്ച തെറ്റുകൾ ഓർത്ത് പശ്ചാത്തപിക്കുകയും തിരുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് വലിയ കാര്യം. മഹിക്ക് അങ്ങനൊരു കുറ്റബോധം തോന്നിയതുകൊണ്ടാവുമല്ലോ ഈ അവസരത്തില് ആദർശിനെ രക്ഷിക്കണമെന്ന് തോന്നിയത്. അതുമാത്രമല്ല ചേച്ചി, നമ്മൾ സഹായം ചോദിച്ച് അങ്ങോട്ട് പോയതല്ല. അവൻ സ്വമനസാലെ ഇങ്ങോട്ട് വന്നതാ. അതോടുകൂടിയാ മഹിയെ നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നത്. ചേച്ചിയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. എന്റെ അഭിപ്രായം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിയും തെറ്റും എന്നെക്കാൾ നന്നായി നിനക്കറിയാം. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യ. അങ്ങനെയല്ല ചേച്ചി, ദേവേട്ടന്റെ വാക്കുകളായിട്ടാ ഞാൻ ചേച്ചിയുടെ വാക്കുകളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചി പറയുന്നതിനെതിരായി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ എനിക്ക് തരുന്ന ബഹുമാനത്തിന് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. മാധവിയുടെ മനസ്സിൽ മഹാദേവൻ വിചാരിച്ചാൽ ആദർശിനെ രക്ഷിക്കാനാവൂന്നാണെങ്കിൽ പോയി കാണുക തന്നെ വേണം. അല്ലെങ്കിൽ നാളെ അതൊരു കരടായി മനസ്സിൽ തന്നെ കിടക്കും. എന്റെ ആങ്ങളയുടെ മുന്നിൽ പോകുന്നതിനോ കാലു പിടിക്കുന്നതിനോ മടിയൊന്നുമില്ല ചേച്ചി. എങ്ങനെയെങ്കിലും ആദർശിനെ രക്ഷിക്കണം, ആ ഒരു ആഗ്രഹം എനിക്കുള്ളൂ. ജയിലിനുള്ളിൽ അവൻ അനുഭവിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി വേദനയാ അവനെ ഓർത്ത് ഞാൻ അനുഭവിക്കുന്നത്. മാധവി, എനിക്ക് നിന്നെ മനസ്സിലാകും. ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും ആദർശവും അഭിരാമിയും എനിക്ക് മക്കള് തന്നെയാ. ആ സ്നേഹവും വാത്സല്യവുമാണ് എനിക്ക് അവരോടുള്ളത്. അതെനിക്കറിയാവുന്നല്ലേ ചേച്ചി. പുറമേ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും ചേച്ചിയുടെ മനസ്സിലും ആദർശിനെ കുറിച്ചുള്ള വേദനയാണെന്നും എനിക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും സങ്കടത്തിന്റെ ഒരു അവസാനം ഉണ്ടാവണമെങ്കിൽ ആദർശ് പുറത്തു വരണം. നമ്മളിവിടെ പല രീതിയിലും ആദർശിനെ രക്ഷിക്കാൻ നോക്കിയതല്ലേ, ഒന്നും നടന്നില്ലല്ലോ. മഹിക്കാണെങ്കിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അവൻ വിചാരിച്ചാൽ പലതും ചെയ്യാനും സാധിക്കും. എന്നിട്ടും ആദർശിന്റെ വാശിയെ കരുതി അത് നിഷേധിക്കണ്ടെന്നാ എനിക്ക്. നീ എന്തായാലും മഹാദേവനെ ചെന്ന് കണ്ട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ആദർശിന് താല്പര്യമില്ലാത്ത ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാ എന്റെ മനസ്സ് മടിക്കുന്നേ. സത്യത്തില് ആദർശിന് മഹിയോടുള്ള ദേഷ്യം എന്താണെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു പണത്തിരുമറിക്ക് ഇത്രയും വാശിയുടെ ആവശ്യമുണ്ടോ? രക്തബന്ധത്തെക്കാൾ വിലയൊന്നും പണത്തിനില്ലല്ലോ. രക്തബന്ധത്തെക്കാൾ വില പണത്തിനില്ല, അത് സത്യമാണ്. പക്ഷേ അതറിയേണ്ടിയിരുന്നത് മഹാദേവനായിരുന്നു. കൂടെ നിന്ന് ചതിച്ചതാണ് ആദർശിനെ കൂടുതൽ വേദനിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയായിരിക്കും ചേച്ചി. പക്ഷെ ഇതങ്ങനങ്ങ് മനസ്സിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാ കാലവും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടവനാണോ ആദർശ്?
പുറമേ ധൈര്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവന് നല്ല വിഷമം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാ. അത് പിന്നെ വിഷമില്ലാതിരിക്കോ? ആദർശ് അകപ്പെട്ടിരിക്കുന്ന ഒരു നിസ്സാര കേസിനല്ല, കൊലക്കുറ്റത്തിനാ. കൊലപാതകി എന്ന പേരവന് വീണു കഴിഞ്ഞ അത് മാറില്ല. നാളെ ആദർശനൊരു ജീവിതം വേണ്ടേ ചേച്ചി? പിന്നെ ഈ പേര് എന്റെ മകന് ബാധ്യതയാവും. അന്ന് അനുഭവിക്കാൻ പോകുന്ന മാനസിക വിഷമം വെച്ച് നോക്കുമ്പോൾ മഹാദേവന്റെ മുന്നിൽ തോൽവി സമ്മതിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. നീ എന്തിനാ മാധവി പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹാദേവനെ പോയി കണ്ട് സഹായം ചോദിക്കാനാണ് നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ചെയ്യണം. അതിൽ തെറ്റില്ല. മഹാദേവൻ നിന്റെ സഹോദരനാ. ആദർശിനൊരു അപകടം വന്നാ അതിൽ നിന്ന് സംരക്ഷിക്കാൻ കടമയുള്ള ആളുമാണ്. അപ്പോ ഞാൻ പോയി കാണാല്ലേ? അതെ, പക്ഷേ അവസാന തീരുമാനം ആദർശിനോട് ചോദിച്ചിട്ടാകണമെന്ന് മാത്രം.